വെള്ളിമലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറുഗ്രാമം. ആകാശത്ത് നക്ഷത്രങ്ങളില്ല, ചന്ദ്രനുമില്ല. ഇരുട്ടിൽ മങ്ങി നിൽക്കുന്ന ചില വിളക്കുകൾ മാത്രം. മരവീടുകൾക്കുള്ളിൽ കുട്ടികൾ ജാലകങ്ങളിലൂടെ ഇരുണ്ട ആകാശത്തെ നോക്കുന്നു. എങ്കിലും അതിനിടയിൽ ചെറിയൊരു കൗതുകം. ഗ്രാമത്തിന്റെ അറ്റത്ത് ഒരു ചെറിയ പെൺകുട്ടി, ലൂമി. അവളുടെ കണ്ണുകളിൽ ചോദ്യങ്ങളും സ്വപ്നങ്ങളും. മറ്റുള്ളവർ പേടിക്കുന്ന രാത്രിയെ അവൾ അത്ഭുതത്തോടെ നോക്കുന്നു. ചെറിയ പ്രകാശങ്ങൾ വായുവിൽ തെളിയുന്നു. പ്രകാശപുഴുക്കൾ ലൂമിയെ ചുറ്റി പറക്കുന്നു. അവ കാടിനുള്ളിലേക്ക് പോകുന്ന ഒരു പ്രകാശപാത കാണിക്കുന്നു. ലൂമി മടിയില്ലാതെ മുന്നോട്ട് നീങ്ങുന്നു. ഉയർന്ന മരങ്ങൾ നിശബ്ദമായി ശ്വാസമെടുക്കുന്നതുപോലെ. ഇലകൾ നക്ഷത്രധൂളി പോലെ മിന്നുന്നു. കാറ്റ് കാടിനുള്ളിൽ കഥകൾ പറഞ്ഞുപോലെ. ഇത് സാധാരണ കാട് അല്ലെന്ന് ലൂമിക്ക് മനസ്സിലാകും. വമ്പിച്ച ഒരു വില്ലോ മരം. അതിനുള്ളിൽ ഒരു വാതിൽ. ആ വാതിൽ ജീവിക്കുന്നതുപോലെ തിളങ്ങുന്നു. ഈ മരം വളരെ പഴയതാണെന്ന് കാലം തന്നെ ഒരു സാക്ഷി. മരത്തിനുള്ളിൽ ഒരു പരി പ്രത്യക്ഷപ്പെടുന്നു. അവളുടെ മുടി നക്ഷത്രപ്രകാശം പോലെ. അവൾ മൃദുവായി വായുവിൽ തെന്നുന്നു. അവളുടെ ശബ്ദം പഴയൊരു ദുഃഖകഥ പോലെ. ചന്ദ്രൻ ക്ഷീണിച്ചിരിക്കുന്നു. പരി തന്റെ കൈ തുറക്കുന്നു. അതിൽ ഒരു ചെറിയ ചന്ദ്രൻ. അവൻ ഹൃദയമിടിപ്പ് പോലെ തിളങ്ങുന്നു. ലൂമിയുടെ കൈകളിൽ ചന്ദ്രൻ എത്തുന്നു. ലോകം ശ്വാസം പിടിക്കുന്നു. ലൂമി ഗ്രാമത്തിലേക്ക് നടക്കുന്നു. ഓരോ ചുവടിലും ചന്ദ്രൻ വലുതാകുന്നു. ഇരുട്ട് പതുക്കെ പിന്മാറുന്നു. വഴികൾ, വീടുകൾ, മരങ്ങൾ എല്ലാം വീണ്ടും ജീവൻ നേടുന്നു. ലൂമി ചന്ദ്രനെ ആകാശത്തേക്ക് ഉയർത്തുന്നു. അവൻ പൂർണ്ണചന്ദ്രനായി വിരിയുന്നു. ആകാശം നക്ഷത്രങ്ങളാൽ നിറയുന്നു. നിശാപ്രപഞ്ചം വീണ്ടും പൂർണ്ണമാകുന്നു. ചെറിയൊരു ഹൃദയത്തിലെ ധൈര്യവും കരുണയും ഉണ്ടെങ്കിൽ ഇരുട്ടുപോലും പ്രകാശമായി മാറാം. അവഗണിക്കപ്പെട്ടതിനെ ഓർക്കുകയും മറന്നുപോയതിനെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നത് വലിയ ശക്തിയാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസം, ധൈര്യം, നിസ്വാർത്ഥതയുള്ളിടത്താണ് യഥാർത്ഥമായ ജീവിക്കുന്നത്.